കോർപ്പറേറ്റ് ടാക്സ് വന്നപ്പോൾ യു എയിൽ ടാക്സ് സിസ്റ്റത്തിന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇനി മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ടാക്സിൽ മാറ്റങ്ങൾ വരാനുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2026 ഇനി വരാൻ പോകുന്ന വലിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു എയിൽ ഈ ഇൻവോയ്സിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ഡിസിഷൻ നമ്പർ 244 അതേപോലെ തന്നെ 243 മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ ചെയ്യുന്നവരും ബിസിനസ് ടു ഗവൺമെന്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നവരും നിർബന്ധമായിട്ടും 2026 മുതൽ ഈ ഇൻവോയ്സിംഗിന്റെ അണ്ടറിൽ വരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ പറയുന്നത് 50 മില്യൺ താഴെ വരുന്ന ആളുകൾ അവർ 2027 മാർച്ച് 31 മുൻപായിട്ട് തന്നെ ഒരു അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡറെ അപ്പോയിന്റ് ചെയ്യും വേണം. അതേപോലെ തന്നെ 1 ജൂലൈ 2027 മുൻപായിട്ട് തന്നെ അവർ ഈ ഇൻവോയ്സിംഗ് ഇംപ്ലിമെന്റ് ചെയ്യും വേണം എന്നുള്ളതാണ്. അതിൽ 50 മില്യൺ മുകളിലാണ് എന്നുണ്ടെങ്കിൽ 2026 ജൂലൈക്ക് മുൻപായിട്ട് തന്നെ അവർ ഒരു അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡറെ അപ്പോയിന്റ് ചെയ്യും വേണം. അതേപോലെ തന്നെ 2027 ജനുവരിക്ക് മുൻപായിട്ട് തന്നെ അവരൊരു ഇൻവോയ്സിംഗ് മാൻഡേറ്ററി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും വേണം. ഇനി ഗവൺമെന്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർ 2027 മാർച്ച് 31 മുൻപായിട്ട് തന്നെ അവരൊരു അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡറെ അപ്പോയിന്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒക്ടോബർ 1, 2027 തന്നെ അവർ ഈ ഇൻവോയ്സിംഗ് ഇംപ്ലിമെന്റ് ചെയ്യും വേണം എന്നുള്ളതാണ്. അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന ബിസിനസ്സുകൾ ഈ ഇൻവോയ്സിംഗ് മാൻഡേറ്ററി ആയിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇത്തരം ടാക്സിന്റെ അപ്ഡേറ്റ്സുകൾ അറിഞ്ഞിരിക്കുന്നത് ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് അയാൾ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളത് കമ്പൾസറിയാണ്. ഒന്നുകിൽ അയാൾക്ക് FTA സൈറ്റുകളായിട്ടുള്ള ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ സൈറ്റ് അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഫൈനാൻസിന്റെ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിന്റെ അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടാക്സ് കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേമിനൊക്കെ അവർ ഫോളോ ചെയ്ത് പോവുക, അവരുടെ വർക്കുകളൊക്കെ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.